ഹായ് ഓൾ, എല്ലാവർക്കും ഷംനാദ് മാത്ത് ടോക്കിലേക്ക് സ്വാഗതം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇപ്പോൾ കഴിഞ്ഞ 2025 മോഡൽ എക്സാമിനേഷന് കഴിഞ്ഞ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്കി ചോദ്യങ്ങൾ തുടരെ ഇതിന് പുറകെയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന കാര്യം മറന്നു പോകരുത്. ബാക്കി വീഡിയോസ് ഉടനെ നിങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് ഈ മോഡൽ എക്സാമിന് കഴിഞ്ഞ കുറച്ച് ചോദ്യങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വൺ, എല്ലാവരും ചെയ്ത് കാണുമെന്ന് കരുതുന്ന ഒരു ചോദ്യമാണ്. ABCD എന്ന് പറയപ്പെടുന്നയാൾ ഒരു പാരലലോഗ്രമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു പാരലോഗ്രമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നതെങ്കിൽ അവിടെ 3 വെർട്ടെക്സ് നമുക്ക് തന്നിരിക്കും. ഉദാഹരണം ഇവിടെ തന്നെ നമുക്ക് A ഉണ്ട്, B ഉണ്ട്, D ഉണ്ട്. ഈ 3 ആൾക്കാരുടെ വെർട്ടെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നാലാമത്തെ C എന്ന് പറയുന്ന വെർട്ടെക്സിനെ അല്ലെങ്കിൽ നാലാമത്തെ C എന്ന് പറയുന്ന സൂചക സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം ചോദിച്ചാൽ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതായത് ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വന്നിരിക്കുന്ന എക്സുകൾ തമ്മിൽ കൂട്ടുക. ഇവിടെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ എക്സുകൾ ആയിരിക്കുക 9, പിന്നെ 5. 9ന്റെ കൂടെ 5നെ കൂട്ടുക, 9 + 5. ശേഷം നമ്മളിപ്പോൾ പരിഗണിക്കാത്ത അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സ് അല്ലാതെ കിടക്കുന്ന ഒരു എക്സ് ഉണ്ട് താഴെ അല്ലേ, ആ 4നെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇത്രയുള്ള കാര്യം. അപ്പോൾ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ എക്സുകൾ തമ്മിൽ കൂട്ടുക, അതല്ലാത്ത എക്സിനെ കുറയ്ക്കുക. 9 + 5 നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 14 എന്ന് വരും. 14 - 4 ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 10 ആണ്. ഇപ്പം എക്സിനെ കണ്ടുപിടിക്കാൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് വൈ കണ്ടുപിടിക്കാനും ചെയ്യേണ്ടത്. സെയിം പരിപാടി. ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ വൈകൾ തമ്മിൽ കൂട്ടുക. 4 + 3 7. 7ൽ നിന്നും ഇവിടെയുള്ള വൈനെ കുറയ്ക്കുക. 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. അതായത് നമ്മുടെ സിയുടെ വെർട്ടെക്സ് എത്രയാണ്? 10,6 ആണ് നമ്മുടെ സിയുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ആർക്കും സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു കണ്ടുപിടിച്ചതിനകത്ത്. ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ എക്സുകൾ തമ്മിൽ കൂട്ടി, അതല്ലാത്ത എക്സിനെ കുറച്ച്. ഒന്നാമത്തെ പോയിന്റ്. വൈനെ കണ്ടുപിടിക്കാനും സെയിം പരിപാടി. ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ വൈകൾ തമ്മിൽ കൂട്ടി, അതല്ലാതെ കിടക്കുന്ന വൈ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. 4 + 3 7. 7 1 6. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കും കടന്നു പോകാം. അടുത്തതായിട്ട് നമുക്ക് മോഡൽ എക്സാമിന് ചോദ്യം ഇതായിരുന്നു, റേഷ്യോയിലെ കണക്കാണ്. അതായത് AB എന്ന് പറയുന്ന ഒരു വര ഇവിടെ ഉണ്ട്. ഈ AB എന്ന് പറയുന്ന വര P എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ഒരു റേഷ്യോയിൽ കട്ട് ചെയ്യുവാണ്. AP/PB എന്ന് പറയുന്നത് 1:2 ആണ്. ഈ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു എങ്കിൽ P എന്ന് പറയപ്പെടുന്ന ആരെ കണ്ടുപിടിക്കണം? കോർഡിനേറ്റിനെ നമുക്ക് കണ്ടുപിടിക്കണം. സോ പിയുടെ കോർഡിനേറ്റ് കാണാൻ വേണ്ടി ഈ 1:2 എന്ന് പറയുന്നത് M/N എന്നങ്ങ് വിളിക്കുക. ദെൻ പിനെ കാണാൻ നമ്മളൊരു ഫോർമുല അങ്ങ് പഠിച്ചാൽ എളുപ്പമാണ്. ഫോർമുല ഇതാണ്, mx2 + nx1 ഡിവൈഡഡ് ബൈ m + n, my2 + ny1 ഡിവൈഡഡ് ബൈ m + n. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് പെട്ടെന്ന് ചെയ്ത് മാറ്റാൻ പറ്റും. എമ്മും എന്നും നമുക്കറിയാം, ആ തന്നിരിക്കുന്ന റേഷ്യോയാണ് എമ്മും എന്നും. ഇനി x1ഉം x2 എന്തുവാ? ഈ തന്നിരിക്കുന്ന പോയിന്റിൽ ആദ്യത്തെ ആൾ x1, രണ്ടാമത്തെ ആൾ y1. ഇവിടുത്തെയാ ഇത് x2, ഇത് y2. അപ്പൊ എമ്മിന് പകരം ആര് വരും? ഇവിടെ 1 വരും. 1 × x2ന് പകരം ആര് വരും? 11 പ്ലസ് എന്നിന് പകരം ആര് വരും? 2 × x1ന് പകരം ആരാ വരുന്ന? 2 ഡിവൈഡഡ് ബൈ 1 + 2. കാരണം എമ്മിന് 1, എന്നിന് 2, സെയിം പരിപാടി അടുത്ത എമ്മിന് പകരം 1 കൊടുക്കുക, y2ന് പകരം 9 ആ വരുന്നത്. അപ്പോൾ 1 × 9 പ്ലസ് എന്നിന് പകരം 2 കൊടുക്കുക, y1ന് പകരം -3. 2 × -3 ഡിവൈഡഡ് ബൈ താഴെയും അതുപോലെ m + n 1 + 2 എന്ന് വരും. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 1 × 11 11ടാ. 2 × 2 4 ഡിവൈഡഡ് ബൈ 3. 1 × 9 9. 2 × -3 -6. അപ്പോൾ പ്ലസ് മാറി -6 എന്ന് വരും. ഡിവൈഡഡ് ബൈ 3. 11 + 4 15 ആടാ. 15/3. 9ൽ നിന്ന് 6 പോയാൽ 3 ആടാ. 3/3. 15/3 5 എന്ന് കിട്ടും.
3/3 ഇവിടെ 1. അതായത് അവിടുത്തെ പോയിന്റ് നമുക്ക് എത്ര കിട്ടുന്നത് 5,1 എന്നാണ് പിയിലെ പോയിന്റ് വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും കാര്യം സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവൈൻഡ് ചെയ്തൊന്നുകൂടെ കാണുക. അവിടെയാണ് ഓരോ കാര്യം ഇക്വേഷൻ പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ സർക്കിളിലെ ചോദ്യമായിരുന്നു. സർക്കിളിലെ ഡയമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ വ്യാസമുണ്ട്. AB എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ. ഫസ്റ്റ് ചോദ്യം തന്നെ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് സെന്റർ O. ഓയുടെ സെന്റർ, O എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കണം. എടാ, AB എന്ന് പറയപ്പെടുന്ന ഡയമീറ്ററിന്റെ ആരായിരിക്കും O? മിഡ് പോയിന്റ് ആയിരിക്കും. സോ O എന്ന് പറയുന്ന മിഡ് പോയിന്റ് കാണാൻ ഒരു ഫോർമുല പഠിക്കുന്നുണ്ട്. x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2 y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2. സെയിം പരിപാടി അങ്ങ് ഇട്ട് കൊടുക്കുക. x1 പകരം ആര് വരും? -2. x2 പകരം 4. -2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2 കോമ y1 പകരം 3, y2 പകരം 11. 3 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 2. -2 പ്ലസ് 4 എത്ര വരും? ഒരു നമ്പർ പോസിറ്റീവ് മറ്റൊരു നമ്പർ നെഗറ്റീവും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 4ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 2, വലുതിന്റെ സൈൻ 2 തന്നെ. 2/2 കോമ 11 പ്ലസ് 3 14. സോ 14 ഡിവൈഡഡ് ബൈ 2. 2/2 ഒന്നാടാ. 14/2 എത്ര? 7. അതായത് സെന്ററിന്റെ കോർഡിനേറ്റ് 1,7 എന്ന് കിട്ടി. ഇനി ബി പാർട്ട് ചോദ്യം ഫൈൻഡ് ദ റേഡിയസ്. റേഡിയസ് കാണണം. എടാ, ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ O മുതൽ A വരെയുള്ള അകലമല്ലേ, അല്ലെങ്കിൽ O മുതൽ B വരെയുള്ള അകലമല്ലേ? രണ്ടും സെയിം തന്നെ. നമുക്ക് O മുതൽ എവിടം വരെ കാണാം? B വരെയുള്ള അകലത്തിനെ കാണാം. O മുതൽ B വരെയുള്ള അകലം കാണുന്ന ഫോർമുല എന്താടാ? 2 പോയിന്റുകൾ ഉണ്ടെങ്കിൽ ആ 2 പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുലയാടാ x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ OB എന്ന് പറയുന്നതിനകത്ത് ഓയിലെ പോയിന്റ് ആണ് x1ഉം y1ഉം. ഇതാണ് x2ഉം y2. അപ്പൊ x2 പകരം 4 എന്ന് വരും, x1 പകരം 1. 4 മൈനസ് 1ന്റെ സ്ക്വയർ. y2 പകരം 11, y1 പകരം 7. 11 മൈനസ് 7ന്റെ സ്ക്വയർ. 4ൽ നിന്ന് 1 വരെ എത്ര? 3. സോ 3ന്റെ സ്ക്വയർ. 11ൽ നിന്ന് 7 വരെ എത്ര വരുന്ന? 4. സോ 4ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9 ആടാ. 4ന്റെ സ്ക്വയർ 16. റൂട്ട് 25 എത്ര എന്ന് വരും? 5 യൂണിറ്റ് എന്ന് കിട്ടും. പക്കേ അല്ലേടാ? ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. നമ്മുടെ സർക്കിളിന്റെ സെന്റർ എവിടെയാ? 1,7ൽ. റേഡിയസ് എവിടെയാ? 5 യൂണിറ്റ്. ഒരു സർക്കിളിന്റെ സെന്റർ ഉണ്ട് 1,7. അതിന്റെ റേഡിയസ് 5. ഈ സെന്ററിനെ കാണിക്കുന്ന അക്ഷരമാണ് A, B. ഇങ്ങനെ 2 പേര് തന്നിട്ടുണ്ടെങ്കിൽ സർക്കിളിന്റെ സെന്ററും റേഡിയസും ഉണ്ട് എങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുലയാണ് x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. x മൈനസ് എക്ക് പകരം ആര് വരും? 1. x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബിക്ക് പകരം ആര് വരും? 7. y മൈനസ് 7 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആറിന് പകരം എത്രടാ? 5 സ്ക്വയർ. കഴിഞ്ഞില്ല. x മൈനസ് 1 എന്ന് പറഞ്ഞാൽ x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഏത് ഫോർമുലയാ? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമുല. എന്ന് വെച്ചാൽ എന്ത് കിട്ടും? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അത് വെച്ച് ഇതിനെയും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 7 പ്ലസ് 7 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയറിൻ്റെ വാല്യൂ എത്രടാ? 25. ഓക്കെ എന്ന് എഴുതുന്നു. എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എന്താടാ? മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ 1. വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 7 എത്ര? മൈനസ് 14y പ്ലസ് 7 സ്ക്വയർ 49 ആടാ ഈക്വൽ ടു 25. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 14y. ഇവിടെ ഒരു 49 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. 49 പ്ലസ് 1 50 ആടാ.
പ്ലസ് 25 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 25 ഈക്വൽ ടു 0. അറ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 14y പ്ലസ് 50 നിന്ന് 25 പോലെ എത്ര ആടാ 25 ഈക്വൽ ടു 0. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ ആണെന്ന് കരുതുന്നു. അല്ല എങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടോണം കേട്ടോ വീഡിയോ. ദെൻ നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച അവസാനത്തെ ചോദ്യം, അതായത് ജോമെട്രി ഓൾജിബ്രയിൽ ചോദിച്ച അവസാനത്തെ ചോദ്യം. ഒരു വരയുണ്ട്, ആ വരയിലെ 2 പോയിന്റ്സുകളാണ് ആരൊക്കെ 4,0യും 6,1. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ലോപ്പിനെ കാണണം. സ്ലോപ്പ് കാണുന്ന ഫോർമുല എന്താണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇവിടുത്തെ y2 ആരാ 1, y1 ആരാ 0 ഡിവൈഡഡ് ബൈ x2 ആരാടാ 6 മൈനസ് x1 ആരാ 4. 1 ൽ നിന്ന് 0 പോയാൽ 1, 6 4 പോയാൽ 2. ഇതാണ് ഫോർമുല. അപ്പോൾ എന്ത് കഴിഞ്ഞു? നമ്മുടെ സ്ലോപ്പ് കാണുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ വാല്യൂ കിട്ടി. ബി പാർട്ട് ചോദ്യം, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. സ്ലോപ്പ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ കാണാൻ വേണ്ടി y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. ഇത് ചെയ്താൽ മതി. y മൈനസ് y1ന് പകരം ആര് വരും 0. സ്ലോപ്പ് കണ്ടുപിടിച്ചു 1/2. എക്സ് മൈനസ് x1ന് പകരം ആര് വരും ഇവിടെ 4. y മൈനസ് 0 y ആടാ. സോ 1/2 ഇൻറ്റു എക്സ് മൈനസ് 4. അപ്പം നോക്കിയടാ, ഈ 2 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുക. ഡിവൈഡ് ചെയ്ത 2 നേരെ ഇപ്പുറത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു വൈ എന്തെന്ന് വരും 2y. നേരെ ഇപ്പുറത്തേക്ക് വരുമ്പം 2y. ഇതും 1 ഇനി ബാക്കിയുള്ളൂ. 1നെ പിന്നെ ഗുണിക്കേണ്ട ആവശ്യമില്ല. 1നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലും ആ നമ്പറേ വരത്തുള്ളൂ. ആ നമ്പർ ആരാ? എക്സ് മൈനസ് 4. കഴിഞ്ഞില്ല. ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ആ ഇക്വേഷനകത്ത് ഒരു ജനറൽ ഫോർമുല ഉണ്ട്. ഇക്വേഷൻ സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ ജനറൽ ഫോർമുല. ആ ജനറൽ ഫോർമുലയ്ക്കകത്ത് എക്സിൻ്റെ വാല്യൂ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആക്കിയാണ് എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഇയാൾ ഓൾറെഡി ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ 2y നേരെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അതായത് എക്സ് ഈ പ്ലസ് 2y ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2y ആവിടെ. ഇവിടെ ആരുണ്ട്? മൈനസ് 4 ഉണ്ട്. ഈക്വൽ ടു എല്ലാ ആൾക്കാരും ഇപ്പുറത്തേക്ക് വന്നാൽ വാല്യൂ എന്താ? ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ ഈ പറഞ്ഞ കാര്യം? ദെൻ അടുത്ത കാര്യം a,7 എന്ന് പറയുന്ന ഇതിലൊരു പോയിന്റ് ആണ്. ആ വരയിലെ പോയിന്റ് ആണോ ചെക്ക് ചെയ്യാനല്ല. ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ വരയിലെ പോയിന്റാ എങ്കിൽ എയെ കാണണം. വേറെ ഒന്നുമില്ലടാ. a,7 എന്ന് പറഞ്ഞാൽ എ ആരുടെ സ്ഥാനത്താ? എക്സിൻ്റെ. 7 ആരുടെ സ്ഥാനത്താ? വൈയുടെ. ഇത് ഈ വരയിലെ ഒരു പോയിന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ എങ്കിൽ ആ എക്സിനും വൈക്കും പകരം ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇക്വേഷനിൽ എക്സിന് പകരം ആര് വരും? എ മൈനസ് 2 ഇൻറ്റു വൈക്ക് പകരം ആര് വരും ഇവിടെ? 7 മൈനസ് 4 ഈക്വൽ ടു 0. ഇത്രയുള്ള കാര്യം. പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ, പോയിന്റ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈക്വൽ ടു 0 എന്ന് എടുക്കരുത്. അല്ലാതെ കൊടുത്ത് ചെയ്ത് വരണം. അപ്പം അവസാനം ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ, അതായത് ആ ഇക്വേഷൻ റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ ഈക്വൽ ടു 0 എന്ന് കിട്ടണം. എങ്കിലേ പോയിന്റ് ആണോ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ആണെന്ന് പറയുന്നത് കൊണ്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എ എഴുതിയടാ. മൈനസ് 2 ഇൻറ്റു 7 മൈനസ് 14 മൈനസ് 4 ഈക്വൽ ടു 0. എ മൈനസ് 14 മൈനസ് 4 എത്ര കിട്ടും? മൈനസ് 18 ഈക്വൽ ടു 0. സോ എ ഈക്വൽ ടു മൈനസ് 18 ഇപ്പുറത്തും എന്തായിട്ട് മാറും? പ്ലസ് 18 ആയിട്ട് മാറും. ഓക്കെ ആണെന്ന് കരുതുന്നു. എയുടെ വാല്യൂ ആയി. ലാസ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ കോഓർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വേർ ദ ലൈൻ കട്ട് ദ വൈ ആക്സിസ്. വര വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കാണണം. നമുക്ക് അതിന് ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം ഇങ്ങോട്ട്. അതായത് എക്സ് മൈനസ് 2y മൈനസ് 4 ഈക്വൽ ടു 0. ഇടാ നമ്മുടെ ചോദ്യത്തിൽ ഡി പാർട്ട് അല്ലേ. വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ വരുന്ന? 0,y എന്ന് വെച്ചാൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. നേരത്തെ ചെയ്ത അതേ പരിപാടി ഈ ഇക്വേഷനകത്ത് എക്സിന് പകരം ആരെ കൊടുക്കുക? 0 കൊടുക്കുക. ബാക്കി എല്ലാവരും അങ്ങനെ ഇട്ടേക്കുക. അതായത് 0 മൈനസ് 2y, വൈക്ക് പകരം ഒന്നും കൊടുക്കരുത്, മൈനസ് 4 ഈക്വൽ ടു 0. വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് കാണേണ്ടത് എങ്കിൽ എക്സിന് 0 കൊടുക്കുക. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് കാണേണ്ടതെങ്കിൽ ആർക്ക് 0 കൊടുക്കുക? വൈക്ക് 0 കൊടുക്കുക. ഓക്കെ അല്ലേ? 0 മൈനസ് 2y ആര് തന്നെ? മൈനസ് 2y തന്നെ. മൈനസ് 4 ഈക്വൽ ടു 0. നമുക്ക് മൈനസ് 2y ഇപ്പുറത്ത് കൊണ്ടുവരാം. കാര്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ മൈനസ് 2y ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ മൈനസ് 4 ഉണ്ടോ? മൈനസ് 2y ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2y ആവും. നമുക്ക് വൈനെയാണ് കാണേണ്ടത്.
മൾട്ടിപ്ലൈ ദ 2 ഇപ്പുറത്തിന് എന്താവും ഡിവൈഡ് ആവും. -4 ഡിവൈഡഡ് ബൈ 2 എത്ര നീട്ടി -2. അതായത് നമ്മുടെ y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ് 0,-2 ആണ് ആ വര കട്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ നിന്ന് 2025 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ. നിങ്ങൾ ഇത്രയും എഴുതി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചോണം. വീഡിയോ നന്നായിട്ട് കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്കും സബ്സ്ക്രിപ്ഷനും കൊടുത്തേക്കുക. വീണ്ടും ഇതേ ചാപ്റ്ററിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും കാണാം. അത് നിങ്ങൾക്ക് പാടുള്ള ചാപ്റ്റർ ഏതാണെന്ന് ഇതിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. നമുക്ക് വീണ്ടും കാണുന്നവരെ.